അസ്സലാമലൈക്കും, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ നല്ല പൂളക്കിഴങ്ങ്, ഞങ്ങൾ പൂളക്കിഴങ്ങ് എന്നാണ് പറയുക, കപ്പ എന്നും പറയും. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ ഞാൻ കാട്ടാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം. പൂളക്കിഴങ്ങ് കൊണ്ട് പല തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കും കേട്ടോ. ഞാനിവിടെ എന്താ കാണിക്കുന്നതെന്ന് കാണിച്ചു തരാം, ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയിലൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിന്മേൽ ചളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയിൽ കഴുകിയെടുത്തിട്ട് നമുക്കൊരു മീഡിയം കഷ്ണം, നല്ല ചെറുതുമല്ല നല്ല വലുതല്ല, ഒരു മീഡിയം കഷ്ണമാക്കിയിട്ട് എടുക്കാം. അത് ഞാൻ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ വിസിൽ വന്നാൽ മതി. പിന്നെ ആവിയിലിരുന്ന് വെന്തിട്ട് നല്ല പാകത്തിനുള്ള വേവ് കിട്ടും. അപ്പോൾ അത് നന്നായി ഉടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 വിസിലൊക്കെ വന്നിട്ട് നന്നായി ഉടച്ചെടുക്കാം. അങ്ങനെ ഉണ്ടാക്കണവരുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരൊറ്റ വിസിലേ കൊടുക്കുന്നതുള്ളൂ. അതിൽ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞ കളറ് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഒറ്റ വിസിൽ വരുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതിവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി പാകത്തിന് നമുക്ക് വിചാരിച്ച അങ്ങനെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ചമ്മന്തി വേണമല്ലോ. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് എരിവിനും മുളകും, ചീനമുളകാണ് ഏറ്റവും നല്ലത്. അതെൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ പച്ചമുളക്, ഉള്ളി, പുളിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ വാഴയില വെട്ടിയിട്ട് ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ, നല്ല വൃത്തിയിൽ. ഒന്നിനുമല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണല്ലോ വാഴയിലയിൽ കഴിക്കുമ്പോൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാഴയിലൊക്കെ വെട്ടി നന്നായി വൃത്തിയാക്കി കഴുകി. ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ചീനമുളക് കിട്ടാത്ത കാരണം ഞാൻ പച്ചമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ചതച്ചെടുത്ത ചമ്മന്തിയും കപ്പ പുഴുങ്ങിയതും. ഇപ്പോൾ കപ്പ പുഴുങ്ങിയത് ഞാനിതാ ചട്ടിയിൽ വാഴയിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ ആ ചതച്ചെടുത്ത ചമ്മന്തിയും പിന്നെ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയ മാങ്ങ അച്ചാറിട്ടതും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈവനിങ് ചായക്ക് നല്ലൊരു സ്വാദിഷ്ടമായ വിഭവം കിട്ടിയില്ലേ.